ഫൈസലിലേക്ക് പോകാം. ഫൈസൽ ഹാർഡ് കോർ ബ്രസീൽ ഫാനാണ് ഞങ്ങളൊക്കെ. ഫൈസൽ, എന്താണ് ഇന്ന് സുൽത്താൻ ഇറങ്ങുമോ എന്നതാണ് ബ്രസീൽ ആരാധകർ ചോദിക്കുന്നൊരു ചോദ്യം. ഒപ്പം തന്നെ നോർവേ ആണ് എതിരാളികൾ. ബ്രസീലും നോർവേയും ഒരുപക്ഷെ ഈ ലോകകപ്പിൽ ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന രണ്ട് ടീമുകൾ എന്ന് തന്നെ പറയണം. ഹാളണ്ടിന്റെ നോർവേ എങ്ങനെയാണ് നേരിടാൻ പോകുന്നത് അഞ്ജലോട്ടി? വിനീത സൂചിപ്പിച്ചതുപോലെ തന്നെ സുൽത്താൻ ഇറങ്ങുമോ എന്നുള്ളതാണ്. സുൽത്താൻ ഇറങ്ങും, പക്ഷേ അത് തുടക്കത്തിൽ തന്നെ ഉണ്ടാകുമോ എന്നുള്ളതാണ് ഉറ്റുനോക്കുന്നത്. അതിനുള്ള സാധ്യത കുറവുമാണ്. പക്ഷേ ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം നോർവേ, നമുക്കറിയാം ഫുട്ബോൾ ലോകത്തെ രാജാക്കന്മാരാണ് ബ്രസീൽ. പക്ഷേ ബ്രസീൽ ഇന്നേ വരെ തോൽപ്പിക്കാൻ കഴിയാത്ത ഏക ടീം നോർവേ ആണ് എന്നുള്ളതാണ്. മാത്രമല്ല അവരോട് ലോകകപ്പിൽ തന്നെ തോറ്റിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ കരുതലോടെയാകും. നമുക്കറിയാം ഹാളണ്ടിനെ പോലുള്ള താരമൊക്കെ ഉണ്ട്. ബ്രസീലിൻ്റെ ഒരു ലൈനപ്പിലേക്ക് വരികയാണെങ്കിൽ നമുക്കറിയാം പതിവായി ബ്രസീൽ കളിക്കുന്ന ഒരു ശൈലി തന്നെ നമുക്കറിയാം 4-3-3 ആണ്, അല്ലെങ്കിൽ 4-3-2-1 എന്ന ശൈലിയിലേക്ക് അത് ഷിഫ്റ്റ് ചെയ്യാറുമുണ്ട്. ആ താരങ്ങളിൽ വലിയ മാറ്റമൊന്നുമില്ല. പക്ഷേ നമുക്കറിയാം കഴിഞ്ഞ മത്സരത്തിൽ അവരുടെ മിഡ്ഫീൽഡർ, ബ്രസീലിൻ്റെ മിഡ്ഫീൽഡിലെ സ്ഥിരം സാന്നിധ്യമായിരുന്ന പാക്കറ്റൊക്കെ പരിക്ക് പറ്റുന്നു. അതുകൊണ്ട് തന്നെ പാക്കറ്റൊക്കെ പകരക്കാരനായി ആര് വരും എന്നുള്ളതാണ് ചർച്ച. ഡാനിലോ സാന്റോസ് വരും എന്ന് എല്ലാവരും വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ അവിടെ 3 സാധ്യതകളുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മിഡ്ഫീൽഡിന് സ്ട്രെങ്ത് നൽകിക്കൊണ്ടാണ് ഇന്ന് കോച്ച് തീരുമാനമെടുക്കുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ ഡാനിലോ വരും എന്നുള്ള കാര്യം ഉറപ്പാണ്. കാർലോക്ക് മറ്റ് സംശയങ്ങളൊന്നും ഉണ്ടായില്ല. പക്ഷേ മറ്റൊരു, നമുക്കറിയാം കഴിഞ്ഞ മത്സരത്തിലെല്ലാം കാർലോ ചില ചൂതാട്ടങ്ങൾ നടത്തുന്നത് നമ്മൾ കണ്ടതാണ്. അങ്ങനെയെങ്കിൽ ഇവിടെ ചെറിയൊരു മാറ്റത്തിന് സാധ്യതയുണ്ട്. മാർട്ടിനെല്ലിയെ കൊണ്ടുവരാൻ ആദ്യഘട്ടത്തിൽ തന്നെ മാർട്ടിനെല്ലിയെ പരീക്ഷിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. മാർട്ടിനെല്ലി വരുമ്പോഴുള്ള ഒരു ഗുണം എന്തെന്ന് ചോദിച്ചാൽ, ലെഫ്റ്റ് വിങ് നമുക്കറിയാം ബ്രസീലിൻ്റെ ഏറ്റവും ശക്തമായ വിങ്ങാണ്. ഇവിടെ വിനീഷ്യസ് ജൂനിയർ ഉണ്ട്. ഒപ്പം തന്നെ മാർട്ടിനെല്ലിയെ, വിനീഷ്യസ് ജൂനിയറിനെ വൈഡായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ, ലെഫ്റ്റ് വൈഡിൽ ഉപയോഗിക്കുകയാണെങ്കിൽ മാർട്ടിനെല്ലിയെ ഇന്നർ സർക്കിളിൽ ഉപയോഗിക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. അത് കഴിഞ്ഞ മത്സരത്തിൽ നമുക്കറിയാം ജപ്പാനെതിരെ രണ്ടാം പകുതിയിൽ ബ്രസീലിന് ഏറെ ഗുണം ചെയ്ത ഒരു മൂവായിരുന്നു. അതുകൊണ്ട് തന്നെ മാർട്ടിനെല്ലി ഒരു സാധ്യതയാണ്. മറ്റൊന്ന്, കുഞ്ഞയെ നമുക്കറിയാം ഒരു ഫാൾസ് 9 പൊസിഷനിൽ കളിക്കാൻ മിടുക്കനായിട്ടുള്ള താരമാണ്. കുഞ്ഞയെ ഫാൾസ് 9ലേക്ക് ഇറക്കുക, അതോടൊപ്പം തന്നെ എൻട്രിക്കിനെ കൊണ്ടുവരിക എന്നുള്ളതാണ്. എൻട്രിക്കിനെ കൊണ്ടുവന്നാൽ നമുക്കറിയാം എൻട്രിക്കും കഴിഞ്ഞ കളിയിൽ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുള്ള ഒരു താരമാണ്. പ്രത്യേകിച്ചും വളരെ വീക്കായിട്ടുള്ള ഒരു ഡിഫൻസ് ലൈനുള്ള ടീമാണ് നോർവേ എന്നുള്ളതാണ്. അവരെ പെട്ടെന്ന് പൊട്ടിക്കാനും തുടക്കത്തിൽ തന്നെ ഗോൾ നേടാനും എൻട്രിക്കിൻ്റെ വരവിന് സാധ്യതയുണ്ട് എന്നുള്ളതാണ്. പക്ഷേ കൂടുതൽ സാധ്യത ഡാനിലോയെ കളിപ്പിച്ച് നോർവേക്ക് മിഡ്ഫീൽഡിൽ കൂടുതൽ അവസരങ്ങൾ നൽകാതെ, നമുക്കറിയാം ബ്രൂണോ ഗിമറാസിൻ്റെ ഒരു സാന്നിധ്യം നമ്മളിവിടെ എടുത്തു പറയേണ്ട കാര്യമാണ്. ഈ ലോകകപ്പിൽ ഇതിനോടകം തന്നെ 4 അസിസ്റ്റുകൾ നൽകിയിട്ടുള്ള താരമാണ്. ബ്രസീൽ മിഡ്ഫീൽഡിൻ്റെ സ്ട്രെങ്ത് ബ്രൂണോയാണ്. അതുകൊണ്ട് തന്നെ മിഡ്ഫീൽഡ് സ്ട്രെങ്ത് ആക്കുക. കസമേറോ സ്വാഭാവികമായും ഒരു ആങ്കർ പൊസിഷനിൽ ഉണ്ടാകും എന്നുള്ള കാര്യവും ഉറപ്പാണ്. പക്ഷേ കസമേറോയുടെ കഴിഞ്ഞ കളിയിലെ അദ്ദേഹത്തിൻ്റെ വേഗത കുറവെല്ലാം നമ്മൾ കണ്ടതുമാണ്. ഈ മത്സരത്തിൽ ഒരു പക്ഷേ ഏറ്റവും ശ്രദ്ധേയമായ ഒരു താരം ഗബ്രിയേൽ മഗല്ലസ് ആയിരിക്കും. നമ്മൾ പ്രീമിയർ ലീഗിൽ എപ്പോഴും കണ്ടിട്ടുള്ള ഒരു കടുത്ത പോരാട്ടമുണ്ട്. ഹാലൻഡ് ഗബ്രിയേൽ മഗല്ലസ് പോരാട്ടം, അത് ഒരു കടുത്ത പോരാട്ടമാണ് ഇരുവരും തമ്മിൽ. അപ്പോൾ ഇന്നും ഒരു പക്ഷേ കാർലോ ഹാളണ്ടിനെ പൂട്ടാൻ ഗബ്രിയേൽ മഗല്ലസിനെ തന്നെയായിരിക്കും ഏൽപ്പിക്കുക. പക്ഷേ അവിടെ ഒരു കാര്യമുണ്ട്. സ്വാഭാവികമായും ഒരു ഫൈനൽ തേർഡിൽ വെച്ചുകൊണ്ട് ഹാളണ്ടിനെ പോലുള്ള ഒരു പ്ലെയറെ, വേഴ്സറ്റൈലായിട്ടുള്ള പ്ലെയറെ പൂട്ടുക എന്നുള്ളത് പ്രയാസമായിരിക്കും. അതുകൊണ്ട് കസമേറോക്ക് കൂടി ആ റോൾ ഉണ്ടാകും. ബ്രൂണോ ഗിമറാസ് സ്വാഭാവികമായും ഏറ്റവും അടുത്ത് ഹാളണ്ടിനോട് ചേർന്ന് നിൽക്കും. ഒരു നിഴല് പോലെ ഹാളണ്ടിനെ തുടരുക എന്നുള്ളതായിരിക്കും, പിന്തുടരുക എന്നുള്ള റോൾ കൂടി ഇന്ന് ബ്രൂണോ ഗിമറാസിന് നൽകും. ഫസ്റ്റ് ഘട്ടത്തിൽ തന്നെ ഹാളണ്ടിനെ പൂട്ടുക എന്നുള്ളത് കസമേറയ്ക്ക് ഒരു ഷീൽഡായിട്ടുകൊണ്ട്, ഈ ഡിഫൻസ് ലൈൻ ഒരു ഷീൽഡായിട്ടുകൊണ്ട് പ്രവർത്തിക്കുക എന്നുള്ളത് കസമേറയ്ക്കും നൽകുകയും ചെയ്യും. മറുവശത്ത് നമുക്കറിയാം നോർവേയിലേക്ക് പോവുകയാണെങ്കിൽ നോർവേയുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ബ്രസീലിൻ്റെ ലെഫ്റ്റ് വിങ് എന്ന് പറയുന്നത് പോലെ തന്നെ സ്ട്രെങ്ത് ആണ് അവരുടെ റൈറ്റ് വിങ് എന്നുള്ളതാണ്. ഇവിടെ സോർലോത്തും അതോടൊപ്പം തന്നെ ഒഡേഗാർഡും തീർക്കുന്ന ഒരു പ്രഭാവമുണ്ട്. അവരുടെ മൂവുകളെല്ലാം കേന്ദ്രീകരിക്കുന്നത് ഈ വിങ്ങിലൂടെ ആയിരിക്കും എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും അതിന് തടയിടാൻ ഇവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മാർട്ടിനെല്ലി കൂടി വരുമ്പോൾ ഇവിടെ ക്രൗഡഡ് ആകും. സ്വാഭാവികമായിട്ടും നോർവേയെ സംബന്ധിച്ചിടത്തോളം ഈ വിങ്ങിലൂടെ പെട്ടെന്ന് മൂവ് ചെയ്യുക എന്നുള്ളത് പ്രയാസകരമാക്കി മാറ്റുക എന്നുള്ളതുമായിരിക്കും തന്ത്രം. എന്തായാലും ഒഡേഗാർഡിനെ നിരന്തരം പന്തെത്തുന്നത് തടയുക, അത് ആദ്യഘട്ടത്തിൽ നിന്ന് ഹൈ പ്രസിംഗ് നടത്തിക്കൊണ്ട് അവരെ ആ നീക്കങ്ങളിൽ നിന്ന് തടയിടുക എന്നുള്ളത് കൂടിയായിരിക്കും ഇന്ന് ബ്രസീലിൻ്റെ തന്ത്രം. അതായത് ഹാളണ്ടിനെ പൂട്ടുക എന്നുള്ളത്, ഹാളണ്ടിന് വേണ്ടി ഒരു തന്ത്രം ഞങ്ങൾ ഒരുക്കുന്നില്ല എന്നുള്ളത് കാർലോ ആൻസലോട്ടി വ്യക്തമാക്കി കഴിഞ്ഞു. അങ്ങനെയെങ്കിൽ സ്വാഭാവികമായും നടക്കാൻ സാധ്യതയുള്ള ഒരു തന്ത്രം ഒഡേഗാർഡിന് പന്തെത്തുന്നത് നിയന്ത്രിക്കുക. അതായത് ഈ മത്സരങ്ങളിലെല്ലാം നമ്മൾ കണ്ടതാണ്, അവരുടെ എഞ്ചിനാണ് ഒഡേഗാർഡ്. അപ്പോൾ ഇരുവശങ്ങളിലേക്കും നിരന്തരം പന്ത് നൽകിക്കൊണ്ട് ഒഡേഗാർഡ് മത്സരത്തെ നിയന്ത്രിക്കും. അത് തടയുക ഹാളണ്ടിലേക്കും അതോടൊപ്പം തന്നെ നമുക്കറിയാം ഒരു
നെയ്മർ ആരാധകൻ കൂടിയാണ്. കഴിഞ്ഞ മത്സരത്തിൽ അദ്ദേഹം ഗോൾ നേടുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ നോസയുടെ ഒരു വേഗതയുണ്ട്, കഴിഞ്ഞ മത്സരത്തിലെല്ലാം അത് കണ്ടതാണ്. മറുവശത്ത് സോർലാത്ത് ഒഡേഗാർഡ് സഖ്യമുണ്ട്. അപ്പോൾ ഈ ഒരു സഖ്യം പൊട്ടിക്കുന്നതിന് മിഡ്ഫീൽഡിൽ കൂടുതൽ കളി കേന്ദ്രീകരിച്ചുകൊണ്ട്, നിയന്ത്രണം കേന്ദ്രീകരിച്ചുകൊണ്ട് മത്സരം പിടിക്കുക എന്നുള്ളതായിരിക്കും ബ്രസീലിൻ്റെ തന്ത്രം. ഈ ഒരു ശൈലി 4-3-3 എന്നുള്ള ശൈലി മാത്രമായിരിക്കില്ല. നമുക്കറിയാം പാട്രിക് ബെർഗും അതോടൊപ്പം സാൻഡർ ബെർഗിനെയും ഒരു ഡിഫൻസ് റോളിൽ ഡിഫൻസീവ് മിഡ്ഫീൽഡിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് 4-2-3-1 ശൈലിയിലായിരിക്കാം നോർവേ ഇന്ന് കളിക്കാൻ ഇറങ്ങുക. വിനീത, ശരി. അപ്പോൾ ഫൈസൽ, ഒരു പ്രവചനത്തിന് തയ്യാറുണ്ടോ? തീർച്ചയായും ബ്രസീൽ ഇന്ന് 2 ഗോൾ അടിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഒരു ഗോൾ ഹാലൻഡിന്റെ മികവ് കൊണ്ട് അവർ തിരിച്ചടിക്കും എന്നുള്ള ആശങ്ക മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ 2-0 ബ്രസീൽ ജയിക്കുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഹാലൻഡ് സ്ട്രൈക്കറിനെ അത്രമേൽ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് മഗലസുമായിട്ടുള്ള പോരാട്ടം അതിഗംഭീരമാണ്. കാരണം പ്രീമിയർ ലീഗിൽ നമ്മളത് പല തവണ കണ്ടിട്ടുള്ള ഹാലൻഡിന്റെ ഫിസിക്ക് നമുക്കറിയാം. ഹാലൻഡ് വളരെ പെട്ടെന്ന് എല്ലാവരെയും ഇടിച്ചിട്ട് പോകാൻ പാകത്തിൽ ഒരു കാളക്കുറ്റിനെ പോലെ പോകുന്ന ഒരു പ്ലെയറാണ്. പക്ഷേ മഗലസ് മറുവശത്ത് ഇതേപോലെ ഹാലൻഡിനെ ആ വീഡിയോകൾ തടഞ്ഞിടാൻ പോകുന്ന ഒരു താരം. അപ്പോൾ എന്റെ ഒരു പ്രവചനം 2-1 എന്ന നിലയ്ക്ക് ബ്രസീൽ ജയിക്കുമെന്ന്. അത് നമുക്ക് കാത്തിരുന്ന് കാണാം. ഏതായാലും പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഇതാ പ്രവചനത്തിനുള്ള അവസരം കൂടിയുണ്ട്. ബ്രസീൽ നോർവേ മത്സരത്തിൽ ആര് ജയിക്കുമെന്ന് പ്രവചിക്കാം. സമ്മാനമായി കിട്ടാൻ പോകുന്നത് മൈജി നൽകുന്ന 5000 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചറാണ് 2 പേർക്ക്. അപ്പോൾ ബ്രസീൽ നോർവേ മത്സരത്തിൽ ആര് ജയിക്കുമെന്ന് QR കോഡ് സ്കാൻ ചെയ്യൂ, ഉത്തരം അയക്കൂ. ശരി ഉത്തരം അയക്കുന്നതിൽ നിന്ന് നാളെ രാവിലെ നമുക്ക് ഏതായാലും സമ്മാനം നൽകാം. മൈജി നൽകുന്ന 5000 രൂപയുടെ സമ്മാന കൂപ്പൺ 2 പേർക്ക്.